എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളങ്ങനെ മുംബൈ എയർപോർട്ടിൽ നിന്നും പോളണ്ടിലേക്ക് പോകാൻ വേണ്ടി ലോട്ട് പോളിഷ് എയർലൈൻസിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ലോട്ട് പോളിഷ് എയർലൈൻസ്. വളരെ വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ് ഈ ലോട്ട് പോളിഷ് എയർലൈൻസ്. അപ്പോൾ എല്ലാ യാത്രക്കാരും അവരുടെ ബാഗുകളൊക്കെ മുകളിലുള്ള റാക്കിലേക്ക് അടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആരംഭിച്ചു. അപ്പോൾ നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഈ ലോട്ട് പോളിഷ് എയർലൈൻസിലുള്ള യാത്ര. എല്ലാവർക്കും സീറ്റിൻ്റെ മുൻപിലായിട്ട് ഒരു ടി വി ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടി വിയിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിൻ്റേതായ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഫ്ലൈറ്റ് എവിടെ നിന്ന് എവിടേക്ക് യാത്ര ചെയ്യുന്നു, എവിടം വരെ നമ്മുടെ ഫ്ലൈറ്റ് എത്തി, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാൻ പറ്റും, ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ മുകളിലേക്ക് പൊങ്ങി മേഘങ്ങളുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഒരു റോക്കറ്റ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അങ്ങ് അകലെ ഒരു റോക്കറ്റ് അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സീറ്റ് നമ്പറൊക്കെ ചിലപ്പോൾ വിൻഡോ സീറ്റിൻ്റെ അടുത്താവണമെന്നില്ല. കുറച്ച് നീങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റാറില്ല. അപ്പോൾ ഈ തവണ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ മേഘങ്ങളൊക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. എത്രയോ രസമാണെന്നറിയാം. നമുക്ക് ആ മുകളിലൂടെ പോകുന്ന ആ ഒരു പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലുള്ളൊരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങളുടെ യൂറോപ്യൻ യാത്രയുടെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര സോമൻസ് ലിഷർ ടൂർസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇതിനു മുൻപും യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ടൂർ കമ്പനി തന്നെയാണ് സോമൻസ് ലിഷർ ടൂർസ്. അപ്പോൾ അവരുടെ കൂടെയുള്ള 4ാമത്തെ യാത്രയാണിത്. അപ്പോൾ ഈ തവണയും ഞാൻ അതുകൊണ്ട് തന്നെ നല്ല യാത്രയായതുകൊണ്ട് തന്നെ അവരുടെ കൂടെ തന്നെ ബുക്ക് ചെയ്തു. ഈ തവണ ഞങ്ങൾ പോകുന്നത് ബാൾട്ടിക് കൺട്രീസും അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസും കൂടിയിട്ടാണ്. മൊത്തം 8 രാജ്യങ്ങളാണ് ഈ തവണ ഞങ്ങൾ സന്ദർശിക്കുന്നത്. ഞങ്ങൾ ആദ്യം പോകുന്നത് പോളണ്ട് എയർപോർട്ടിലേക്കാണ്. ഇപ്പോൾ പോളണ്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ചിറകുകളാണ്. ആ ചിറകുകളിൽ ഒരു ഷീറ്റ് മാതിരി പൊന്തി നിൽക്കുന്നുണ്ടല്ലേ, അത് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് മുകളിലോട്ട് പൊന്തുകയും ഫ്ലൈറ്റിൻ്റെ സ്പീഡിനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീഡിൽ വരുന്ന ഫ്ലൈറ്റ് സ്ലോ ആക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മുംബൈയിൽ നിന്നും പോളണ്ടിലേക്ക് ഏകദേശം 8-8.5 മണിക്കൂറിനുള്ളിലാണ് റണ്ണിങ് ടൈം ഉണ്ടായിരുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റി. അങ്ങനെ എല്ലാവരും വളരെ സുരക്ഷിതരായി ഇവിടെ പോളണ്ട് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി പോളണ്ടിൻ്റെ കാഴ്ചകൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചിത്രീകരിച്ച് ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.
എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഇനി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ എമിഗ്രേഷൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് ഇവിടുത്തെ ഈ എയർപോർട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബസ് ഇപ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പും ഏകദേശം ഒരു 25-26 പേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം ഇനിയിപ്പോൾ അടുത്ത എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. അദ്ദേഹം ഒരു എസ്റ്റോണിയക്കാരനാണ്. ബസ് നല്ല കംഫർട്ട് ബസ് തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ബസ്സാണ്. അങ്ങനെ എല്ലാവരും സീറ്റിംഗ് ആയി. ഇനിയിപ്പോൾ ആൾക്കാരെയൊക്കെ നമ്മൾ
ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള വീഡിയോകളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ചിത്രീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസും ഷെയറൊക്കെ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.